ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ മൗനരാഗ സീരിയൽ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കിരണും രതീഷും കൂടി ചേർന്ന് ആ ഒരു ഓട്ടോക്കാരനെ കണ്ടുപിടിക്കാട്ടോ. ഓട്ടോക്കാരനോട് ചോദിക്കേണ്ട, ചേട്ടാ ശരിക്കും എന്താ സംഭവിച്ചത്? ഒന്നും പറയണ്ട സാറേ, ഇന്നത്തെ ദിവസം ഒരു വൃത്തികെട്ട ദിവസമായിരുന്നു. എന്താ ചേട്ടാ, എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോ ആ ഓട്ടോക്കാരൻ നടന്ന സംഭവം പറയാണ്. സാറേ, ഞാനിങ്ങനെ പോകുന്ന സമയത്ത് ഒരു തടിമാടൻ വണ്ടിയിൽ കൈ കാണിച്ചായിരുന്നു. ഞാൻ വണ്ടി നിർത്തിയപ്പോഴേക്കും നേരെ പോയിക്കെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് തിരിഞ്ഞാണ് പോകേണ്ടത്. അപ്പോഴേക്കും രാഹുൽ പറഞ്ഞു, എടാ ഹോസ്പിറ്റൽ കേസാ, നേരെ പോ എന്ന് പറയാണ്. അങ്ങനെ ഓട്ടോക്കാരൻ നേരെ പോകുമ്പോഴേക്കും കുറച്ചു ദൂരം കഴിയുമ്പോഴേക്കും വീണ്ടും വീണ്ടും രാഹുൽ നേരെ പോ എന്ന് പറയണ്ടേ. അല്ല സാറേ, ഇവിടെ അടുത്തിട്ട് നല്ലൊരു ഹോസ്പിറ്റൽ ഉണ്ട്, വലിയ ഹോസ്പിറ്റലാ. അല്ല, ആ ഹോസ്പിറ്റൽ അല്ല, വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവാ. നേരെ പോയിക്കോ എന്ന് പറയാണ്. ഒരുപാട് ദൂരം യാത്ര ചെയ്തപ്പോഴേക്കും ഓട്ടോക്കാരന്റെ മട്ട് പാറാണ്. സാറേ, ഇതിവിടെ നടക്കില്ല കേട്ടോ, സാർ ഇറങ്ങാൻ നോക്ക്. എടാ എന്റെ കയ്യിൽ ഈ കത്തി കണ്ടോ? ഈ കത്തിയിൽ പോണ്ടിരിക്കുന്ന ചോര ഉണ്ടല്ലോ, അത് ഒറിജിനൽ ചോരയാണ്. ഒരു പെണ്ണിനെ കുത്തിയിട്ട് വരുന്ന ചോരയാണ് ഞാൻ. അതുകൊണ്ട് മര്യാദക്ക് നേരെ പോകാൻ നോക്കടാ, അല്ലെങ്കിൽ നിന്നെ കുത്തിക്കൊല്ലും. അയ്യോ സാറി, ചതിക്കല്ലേ, എനിക്ക് ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ അച്ഛനും അമ്മയൊക്കെ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. ഞാൻ ഓടിക്കിട്ടുന്ന പൈസ കൊണ്ടാ സാറേ എന്റെ കുടുംബം നോക്കണത്. അങ്ങനെയാണെന്നുണ്ടെങ്കിലേ മര്യാദ കാണുന്നുണ്ടെങ്കിലേ വണ്ടി ഓടിക്കുക എന്ന് പറയാണ്. അതിനുശേഷം കുറെ ദൂരം ചെന്ന് കഴിയുമ്പോഴേക്കും അവിടെ വണ്ടി നിർത്തിയതിനു ശേഷം രാഹുലിനെ പേടിച്ചിട്ട് അയാൾ പൈസയും ചോദിക്കുന്നില്ല. രാഹുൽ അവിടെ നടന്നു പോവാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇതെല്ലാം തന്നെ ആ ഓട്ടോക്കാരൻ കിരണിനോട് പറയാട്ടോ. കിരണിനോട് പറയണ്ട് അയാള്, സാറേ എന്താന്ന് അറിയില്ല, അയാളെ കണ്ടപ്പോ എന്നോട് പൈസ പോലും ചോദിച്ചില്ല. ആരെ കുത്തിയിട്ടൊക്കെയാണെന്ന് തോന്നുന്നു സാറേ വന്നത്, ആരെ കുത്തിയെന്ന് ആർക്കറിയാം എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയണ്ട്, എടോ അത് ആരെ കുത്തിയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആണോ, ആരെയാ സാറേ കുത്തിയത്? എന്റെ ഭാര്യയുടെ അയാൾ കുത്തിയത്. എന്റെ ഭാര്യയുടെ ചോരയാണ് അയാളെ കത്തിയിൽ താൻ കണ്ടത്. ആണോ? അതെ, അവളിപ്പോ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലില എന്ന് പറഞ്ഞിട്ട് കിരൺ പോക്കറ്റിൽ നിന്ന് ഒരു പൈസ എടുത്തിട്ട് അയാൾക്ക് കൊടുക്കാണ്. വേണ്ട സാർ, ഇതൊന്നും വേണ്ട, ഇന്നാ ചേട്ടനത് പിടിച്ചോ. ആ ഓട്ടോക്ക് പോയതിന് പൈസ പോലും അയാൾ തന്നില്ലല്ലോ, ചേട്ടനത് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ആ പൈസ കൊടുത്തതിന് ശേഷം അയാൾ പറയുന്നുണ്ട്, സാറേ അവിടെ ഉണ്ടല്ലോ നമ്മുടെ ബീച്ച് റോഡിൽ ഒരു മള കോളനി പറഞ്ഞിട്ട് കോളനി ഇല്ലേ, ആ കോളനിയിലാണ് അയാൾ വണ്ടി നിർത്തി ഇറങ്ങിയത്. അയാളെ കണ്ട് പേടിച്ചുകൊണ്ട് ഞാൻ ഇതൊന്നും പോലീസുകാരോട് പറഞ്ഞില്ല. ശരി, എന്നത് വളരെ ഉപകാരം എന്ന് പറഞ്ഞിട്ട് കിരണും രതീഷും കൂടി അവിടെ നേരെ ആ ഒരു കോളനിയിലേക്ക് പോകാൻ വേണ്ടി പോകുമ്പോഴേക്കും കിരണിന്റെ മൊബൈലിലേക്ക് ഒരു കോൾ വരുവാണ്. കിരൺ പറയേണ്ടത്, രതീഷ് ആ CI ആണ് വിളിക്കണത്, ഞാൻ ഒന്ന് എടുക്കട്ടെ. ഓക്കെ ശരി സർ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കണം. എന്താ സാറേ, ഞാൻ ഇപ്പൊ വരാടാ എന്ന് പറഞ്ഞിട്ട് കിരൺ വേഗം പിന്നീട് പോണത് പോലീസ് സ്റ്റേഷനിലേക്കാട്ടോ. ആ CI എന്തൊക്കെയോ കിരണിനോട് ചോദിക്കുന്നുണ്ട്. കിരൺ പറയണ്ട, സാറേ ഇതിനൊന്നും മറുപടി പറയാൻ പറ്റിയില്ല, മാനസികാവസ്ഥയിലല്ല ഞാന്. സാറിനോട് ഞാൻ ഇതിനെ കുറിച്ച് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. സാറേ, എനിക്കിപ്പോ എത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം, എന്റെ കല്യാണി ഹോസ്പിറ്റലിലാണ്, കുത്തുകൊണ്ടിട്ട് അവള് ജീവനോട് കിട്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. അപ്പോഴേക്കും നമ്മുടെ പോലീസ് CA പറയണ്ട, കേട്ടോ തനത് വിഷമിക്കേണ്ട, ആ രാഹുൽ എന്ന് പറഞ്ഞവനെ ഞാൻ എങ്ങനെയെങ്കിലും പൊക്കിയിരിക്കും സാറേ. അവന്മാരുടെ പോലെയുള്ളവർ പരോളിൽ ഇറങ്ങണ ഇതുപോലെ പകരം വീട്ടാനൊക്കെ തന്നെ ആയിരിക്കും സാറേ എന്ന് പറയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോള് ഞങ്ങൾക്ക് വന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ അന്വേഷിക്കാതിരുന്നത്. ഇപ്പൊ താൻ പറഞ്ഞപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിയണത്. താൻ പേടിക്കണ്ട, ഞങ്ങൾ എന്തായാലും രാഹുലിനെ പൊക്കിയിരിക്കും. അതിനു മുമ്പ് പൊക്കാനോ അവനെ കൊല്ലാനോ എന്നൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞേക്ക് കിരണേ. നിയമത്തിന്റെ വഴി വിട്ടേക്ക്. നിങ്ങൾ എന്താന്ന് വെച്ചാല് ഒരു കാര്യം ചെയ്യും, എനിക്ക് ഈ കാര്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നല്ലോ, താൻ വിളിച്ചപ്പോ പറഞ്ഞാൽ മതിയായിരുന്നു കല്യാണിക്ക് കുത്തു കിട്ടിയ കാര്യം, എങ്കിൽ തന്നെ ഞാൻ ഇവിടെ വിളിപ്പിക്കില്ലായിരുന്നു. എന്തിനാ പോയിക്കോട്ടെ സാറേ, ശരി എന്ന് പറയാണ്. അങ്ങനെ കിരൺ അവിടെ നിന്ന് അങ്ങോട്ട് പോകുകയാണ്. പോലീസ് ഇങ്ങനെ അയാള് CA മാറ്റി ഇങ്ങനെ ആലോചിക്കാണ്, രാഹുലിനെ പൊക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാട്ടോ. പിന്നീട് കിരണും രതീഷും കൂടി നേരെ ചെല്ലേണ്ട ആ ഒരു കടൽ തീരത്താണ്. കിരൺ പറയുന്നുണ്ട്, രതീഷെ ഈ കടൽ തീരത്താണ് അയാളുള്ളതെന്നാണ് ആ ഓട്ടോക്കാരൻ പറഞ്ഞത്. ഞാൻ സേവിയറെ വിളിച്ച് പറഞ്ഞിരുന്നു. സേവിയറും പറഞ്ഞത് ഏതോ ഈ ഭാഗത്ത് എവിടെയൊക്കെയോ ആ ടവർ ലൊക്കേഷനിൽ തന്നെ അവനുണ്ടെന്നാണ് സേവിയറും പറഞ്ഞത് എന്നിങ്ങനെ പറയാണ്. അപ്പോ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ സേവിയറിന്റെ കോൾ കിരണിന്റെ മൊബൈലിലേക്ക് വരാട്ടോ. ആണോ, ശരി ശരി താങ്ക് യു എന്നിട്ട് ഫോൺ വെക്കാണ്. എന്താ സാറേ? അതെ, അവൻ ഇവിടെ തന്നെ ഉണ്ടെന്നാ പറഞ്ഞത്. മിക്കവാറും മാസ്ക് ഒക്കെ വെച്ചിട്ടായിരിക്കും നടക്കുന്നുണ്ടാവാ. അവനെ കിട്ടിയാലുണ്ടല്ലോ ഞാൻ പോലീസിലൊന്നും ഏൽപ്പിക്കുന്ന, അവനെ കുത്തിക്കേറി ഞാൻ കടൽ തീരത്ത് അടുക്കെത്തുമ്പോഴേക്കും അവിടെ ഇടും. അല്ലാന്നാണെങ്കിൽ നേരെ വേലുവിന്റെ ഊരിലേക്ക് കൊണ്ടിട്ട് അവിടെ എങ്ങനെ കൊണ്ട് കുഴിച്ചിടും എന്നൊക്കെ കിരൺ പറയുമ്പോഴേക്കും രതീഷ് പറയണ്ട, സാറേ അവനെ കൊല്ലാൻ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനെ വേദന അറിയിപ്പിച്ചിട്ട് എന്നെ കൊല്ലണം സാറേ, അതൊക്കെ അത്രേ ഉള്ളോടാ എന്ന് കിരൺ പറയാണ്. അതിനുശേഷം കാണിക്കുന്ന കാദംബരിനെയാണ്. കാദംബരി കാർത്തികത്ത് പറയുന്നുണ്ട്, ചേച്ചി കുറെ നേരം ഇവിടെ നിൽക്കുന്നത്, ചേച്ചി പോയിക്കോ, നമ്മളെ എല്ലാവരും ഒരുമിച്ച് കാണാതായ അച്ഛന് സംശയം ഉണ്ടാകും. എന്നാലും കല്യാണി ചേച്ചി ഇവിടെ നിന്നൊരു കല്യാണിനെ കാണാൻ പറ്റണമെന്നില്ല. ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ എന്തിനുണ്ടെങ്കിലും ചേച്ചിനെ വിളിച്ചോളാം, ചേച്ചി പോവാൻ നോക്ക്. അച്ഛനാണെങ്കിൽ പിന്നെ അന്വേഷിച്ച് ആകെ ബഹളമാകും, ചേച്ചി പോയിക്കോ. ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ മോളെ. ശരി ചേച്ചി എന്ന് പറയാണ്. അങ്ങനെ കാർത്തിക അവിടെ നേരെ വീട്ടിലേക്ക് പോവാണ്. അവിടെ പോയിട്ട് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകാശൻ കാർത്തികയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. മോളെ, എന്താ അച്ഛാ? അല്ല, ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്തിരുന്നോ? എന്ത് കാര്യമാണ് അച്ഛാ? ആഹാ, അപ്പോഴേക്കും നീ അത് മറന്നോ?
മോളെ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദിലീപ് ഇന്ന് വിളിച്ചിരുന്നോ? ആ വിളിച്ചിരുന്നു അച്ഛാ. അവൻ ഇന്ന് എപ്പോഴാ വരുന്നത്? അറിയില്ല അച്ഛാ, രാത്രി ആവുമായിരിക്കും. മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോളുടെ മുഖം കാണുമ്പോ എനിക്ക് വല്ലാത്ത ടെൻഷൻ പോലെ. ലക്ഷ്മിയുടെ നിന്ന് ചോദിച്ചിട്ട് ലക്ഷ്മി ഒന്നും മിണ്ടുന്നില്ല, ആകെ വിഷമിച്ച് റൂമിലിരിക്കുന്ന പോലെ തോന്നുവാണ്. എന്താ മോളെ, എന്താ നിങ്ങൾക്കൊക്കെ പറ്റിയത്? എനിക്കാണെങ്കിൽ ആകെ വല്ലാത്തൊരു പേടി പോലെ, 2-3 ദിവസം പേടി തുടങ്ങിയിട്ട്. ആ ബകാസുരൻ പരോളിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അയാൾ എന്തെങ്കിലും ആരെങ്കിലും ചെയ്യുന്നൊരു ടെൻഷൻ പോലെ. മോളെ നീ കല്യാണിനെ വിളിച്ചോ? അച്ഛാ ഞാൻ വിളിച്ചിരുന്നു, അവള് തിരക്കിലാണെന്ന് തോന്നുന്നു, ഫോൺ എടുത്തില്ല. ഞാനും വിളിച്ചിരുന്നു, ഫോണിൽ കിട്ടുന്നില്ല. സാധാരണ എത്ര തിരക്കുണ്ടെങ്കിലും അച്ഛൻ ഭക്ഷണം കഴിച്ചോ, അച്ഛൻ മരുന്ന് കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നവളാ. ഇന്ന് വിളിച്ചേയില്ല. അച്ഛൻ അതാ ഞാൻ പറഞ്ഞ, അവള് തിരക്കിലായിരിക്കും. അല്ല കിരണിനെ വിളിച്ചിരുന്നു നീ? മോള് കിരണിനൊന്ന് വിളിച്ചേ. അച്ഛാ കിരണിനെ ഞാൻ വിളിച്ചിരുന്നു, അപ്പൊ കല്യാണി സൈറ്റിലാണ്, തിരക്കാണെന്നൊക്കെയാ കിരൺ പറഞ്ഞത്. മോളൊരു കാര്യം ചെയ്യ, കല്യാണിനെ വിളിക്കും, ഞാൻ സംസാരിക്കാം എന്ന് പറയാണ്. അങ്ങനെ കാർത്തിക ഫോണില് കല്യാണിനെ ഡയൽ ചെയ്ത് പ്രകാശിനെ കൊടുക്കാണ്. പ്രകാശ് ചെവിയിൽ വെക്കുമ്പോഴേക്കും ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് കേൾക്കുന്നത് കേട്ടോ. അത് കേട്ട് പ്രകാശം പറഞ്ഞു, മോളെ സ്വിച്ച് ഓഫ് എന്നാണല്ലോ പറയണത്. അതാ ഞാൻ പറഞ്ഞത്, അവള് തിരക്കിലായിരിക്കും, അതുകൊണ്ടാ. അവള് ഫ്രീ ആകുമ്പോ ഇങ്ങോട്ട് വിളിച്ചോളും. മോളെ വേറെ പേടിക്കാനൊന്നും ഇല്ലല്ലോ അല്ലെ? എന്തോ അച്ഛനെ വല്ലാത്തൊരു പേടി പോലെ തോന്നുന്നു, മനസ്സിൽ വല്ലാത്ത ഭയം പോലെ. ഇല്ല അച്ഛ, അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല, അച്ഛൻ പോയിരുന്നോ? കല്യാണി വിളിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ശരി എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ അപ്പുറത്തേക്ക് പോവാണ്. അതിനുശേഷം കാണിക്കണത് നമ്മുടെ ജയിലിലാണ് കേട്ടോ. അവിടെ മനോഹർ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വിക്രം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് വാർഡൻ വരുന്നുണ്ട്. എടാ അത് പറഞ്ഞിട്ട് വിക്രത്തെ വിളിക്കുകയാണ്. എന്താ സാറേ? എടാ ഇവിടുന്ന് പരോളിൽ പോയ ആള് നിങ്ങൾ ഇതിൽ ഗൂഢാലോചന നടത്തിയായിരുന്നോ? ഇവിടുന്ന് പരോളിൽ ഇറങ്ങി കഴിയുമ്പോഴേക്കും അയാള് ആരെങ്കിലും കൊല്ലോന്ന് നിങ്ങൾക്ക് ഗൂഢാലോചന നടത്തിയിരുന്നോടാ എന്ന് ചോദിക്കുകയാണ്. എന്താ സാറേ, എന്താ കാര്യം എന്ന് വിക്രം ചോദിക്കുകയാണ്. മനോഹറും അത് കേട്ട് ചോദിക്കണ്ട, എന്താ സാറേ അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോന്നാ? ഇവന്റെ ഒരു പെങ്ങളുണ്ടല്ലോ കല്യാണി, ആ കുട്ടി ഏതോ വർക്ക് സൈറ്റിൽ കയറിയിരിക്കുന്ന സമയത്ത് അവിടെ ഒളിച്ചിരുന്ന് ആ രാഹുൽ എന്ന് പറഞ്ഞ തടിമാടൻ, ആ തടിയൻ അവളെ കുത്തിന്നാ കേട്ടത്. അത് കേട്ട് വിക്രത്തിന് ചെറിയൊരു ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. മനോഹർ ഇപ്പൊ നെട്ടി നിൽക്കാണ്. അയ്യോ എന്നിട്ട് കല്യാണിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് സാറേ? എടാ അവൾക്ക് അപകടനില തരണം ചെയ്തിട്ടില്ല, ഭയങ്കര സീരിയസ് ആണെന്ന് പറഞ്ഞത്. ഈശ്വര പാവമാണ് സാറേ, എല്ലാവരും സ്നേഹിക്കാൻ മാത്രം അറിയുള്ളൂ. ഇതുപോലത്തെ ഒരു പാവം പെണ്ണിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, അതുപോലെ പാവമാണ്. അത് കേൾക്കുമ്പോഴേക്കും വിക്രം ചിരിക്കാണ്. ആ വാർഡൻ ഒരു ഒറ്റ അടി വിക്രത്തിന്റെ മുഖത്തേക്ക് കൊടുക്കുക കേട്ടോ. അവന്റെ മുഖത്തെ ചിരി കണ്ടില്ലേ, അവനെ സന്തോഷമായും തോന്നുന്നു. അല്ലേടാ? അല്ല സാറേ, ഞാൻ ഒന്നുമില്ല സാറേ. സത്യം പറയടാ, അവൻ ഇവിടെ ജയിലിൽ കിടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഗൂഢാലോചന നിങ്ങൾ നടത്തിയായിരുന്നോ? മനോഹർ പറയണ്ട സാറേ, ഇവന്മാരൊക്കെ പരോളിൽ ഇറങ്ങാൻ തന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയാണ്. സാറിന് അത് മനസ്സിലായില്ലേ? ഇവനും അവയാളൊക്കെ ഗൂഢാലോചന നടത്തിയിട്ടാണ് കല്യാണിനെ കുത്തിയിട്ടുണ്ടാവാ. ഇവിടുന്ന് ഒരുത്തിന് പോയല്ലോ ഗംഗപ്രസാദ് പരോളില്, അവനും അതന്നെയായിരുന്നു ഉദ്ദേശം, കല്യാണിനെ കിരണിനെ കാർത്തികനെയൊക്കെ ഇല്ലാതാക്കണം. ഇവന്റെ ഉദ്ദേശം അതൊക്കെ തന്നെയാണ് സാറേ. എടാ മര്യാദക്കാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലാന്നുണ്ടെങ്കിൽ പരോള് പോയിട്ട് ഈ ജയിലിൽ പുറത്തിറങ്ങാൻ പോലും നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ വാർഡൻ അവിടെ നിന്ന് പോവാണ്. മനോഹറിന് ഭയങ്കര വിഷമോട്ടോ. മനോഹർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വിക്രമാണെങ്കിൽ പറയണ്ട, ഹോ സമാധാനേ, അവളൊന്ന് ചത്ത് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് വിക്രം. അത് കേട്ട് മനോഹറിന് ദേഷ്യം വരുന്നുണ്ട്. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.